നമസ്കാരം, എല്ലാവർക്കും ഹിസ്റ്റോറിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പട്ടണം ഉത്ഖനനങ്ങളെ കുറിച്ചാണ്. കേരളത്തിന്റെ ചരിത്രത്തെ ഒരുപാട് കാലം പിന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്ഖനനം അല്ലെങ്കിൽ എക്സ്കവേഷൻ ആണ് പട്ടണം എക്സ്കവേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്നത്തെ എറണാകുളം ജില്ലയ്ക്കടുത്ത് നടന്നിട്ടുള്ള ഒരു ഉത്ഖനനത്തെയാണ് നമ്മൾ പട്ടണം ഉത്ഖനനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പട്ടണം ഉത്ഖനനം. എറണാകുളം ജില്ലയിലെ പെരിയാർ നദിയുടെ ഒരു പുരാതന കഴിവഴിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് പട്ടണം. 2005 മെഡിറ്ററേനിയൻ പ്രദേശങ്ങളുമായുള്ള ബന്ധത്തിന്റെ തെളിവുകൾ ഉത്ഖനനം നടത്തി പ്രസിദ്ധീകരിച്ചു. അത് ഈ സ്ഥലമായിരുന്നു, പട്ടണം എന്ന് പറയുന്ന സ്ഥലമാണ്. 2005 ഇവിടെ ആദ്യമായിട്ട് ഉത്ഖനനം നടത്തിയത്. പക്ഷേ ഏറ്റവും കൂടുതൽ വിശാലമായിട്ടുള്ള ഉത്ഖനനം നടന്നത് 2007 അപ്പോൾ 2005, 2007 കാലഘട്ടങ്ങളിലാണ് എറണാകുളം ജില്ലയിലെ ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഗ്രാമമായിട്ടുള്ള പട്ടണത്തിൽ ഉത്ഖനനങ്ങൾ ആരംഭിക്കുന്നത്. 10 സീസണുകളിലായിട്ടാണ് ഇവിടെ ഉത്ഖനനം നടത്തിയിട്ടുള്ളത്. ഈ പട്ടണം പുരാതന തുറമുഖമായിട്ടുള്ള മുസിരിസിന്റെ ഭാഗമാണ്. കേരളത്തിലെ വ്യാപാരത്തിന്റെ ഒരു പ്രധാന കേന്ദ്രം കൂടിയായിരുന്നു മുസിരിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പട്ടണം. ചെങ്കടൽ, മെഡിറ്ററേനിയൻ, കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ഈ തുറമുഖത്തിന് എന്തുണ്ട്, വ്യാപാര ബന്ധമുണ്ടായിരുന്നു. CE ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഒരു വലിയ തുറമുഖമായി മാറിയ പട്ടണത്തെക്കുറിച്ച് പ്രാചീന കൃതികളിൽ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ 10 സീസണുകളിലായിട്ടാണ് ഇവിടെ ഉത്ഖനനം നടത്തിയിട്ടുള്ളത്, പട്ടണത്ത് ഉത്ഖനനം ഈ പട്ടണം എന്ന് പറയുന്നത് മുസിരിസിന്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള മുസിരിസിന്റെ ഒരു ഭാഗമായിരുന്നു. കേരളത്തിലെ വ്യാപാരത്തിന്റെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണിത്. പണ്ടുകാലത്ത് ചെങ്കടൽ, മെഡിറ്ററേനിയൻ അതുപോലെ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ഈ മുസിരിസിന് വ്യാപാര ബന്ധമുണ്ടായിരുന്നു. CE ആദ്യ നൂറ്റാണ്ടിൽ, അതായത് 1-ാം നൂറ്റാണ്ട്, ക്രിസ്തു വർഷം 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഒരു വലിയ തുറമുഖമായിട്ട് മാറിയ പട്ടണത്തെക്കുറിച്ച് നമ്മൾ ഏതൊക്കെ കൃതികളിൽ പഠിച്ചു? ഇപ്പം സ്ട്രാബോയുടെയും അതുപോലെ ടോളമിയുടെയും ജിയോഗ്രഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പഠിച്ചു. അതുപോലെ പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററിയിൽ പഠിച്ചു. എറിത്രിയൻ കടലിലെ ഭൂപ്രദക്ഷിണം എന്ന് പറയുന്ന കൃതിയിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഈ മുസിരിസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുസിരിസിനെ കുറിച്ച് നമുക്ക് അല്ലെങ്കിൽ ആ മുസിരിസിനെ കുറിച്ചാണ് ഈ ഒരു പട്ടണം ഉത്ഖനനത്തിൽ പ്രധാനമായും കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളത്. പട്ട്, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയെല്ലാം ഈ തുറമുഖത്തിലൂടെ കൈമാറ്റം ചെയ്തതായിട്ടും പറയപ്പെടുന്നുണ്ട്. പട്ട്, സുഗന്ധവ്യഞ്ജനങ്ങളായിട്ടുള്ള കാപ്പി, കുരുമുളക്, ഏലം തുടങ്ങിയ എല്ലാം ഇതിലൂടെ കൈമാറ്റം ചെയ്തിരുന്നു. മുസിരിസ് വഴി കിഴക്കൻ ഏഷ്യയിലേക്കും അതുപോലെ തന്നെ അവിടുന്ന് യൂറോപ്പിലേക്കും അറേബ്യയിലേക്കൊക്കെ കൈമാറ്റം ചെയ്തതിൻ്റെ സൂചനകൾ നമുക്കിവിടുന്ന് ലഭ്യമാണ്. ഇനി എന്തൊക്കെയാണ് ഈ പട്ടണം ഉത്ഖനനത്തിലൂടെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ നടത്തിയതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ, അതായത് പലതരത്തിലുള്ള നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്? പട്ടണത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ റോമൻ ആംഫോറ, മെഡിറ്ററേനിയൻ പാത്രങ്ങൾ, റൂലറ്റൂട്ട് പാത്രങ്ങൾ, ചൈനീസ് പാത്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പുരാവസ്തുക്കൾ എവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്? പട്ടണത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഗ്ലാസ്, രത്നക്കല്ലുകൾ, ചിപ്പികൾ എന്നിവ, അതുപോലെ റോമൻ നാണയമായ ദിനാര, പ്രാദേശിക നാണയങ്ങൾ, അസ്ഥികൂടങ്ങൾ എന്നിവയും എവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്? പട്ടണത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ. അതുപോലെ റോമൻ ആംഫോറ എങ്ങനെയായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടാവുക? അല്ലെ, പ്രാചീന കാലഘട്ടത്തിൽ വ്യാപാരം ഉള്ളത് കൊണ്ട് തന്നെയാണ് റോമിൽ നിർമ്മിക്കപ്പെട്ടുള്ള അത്തരത്തിലുള്ള പാത്രങ്ങൾ എവിടെ എത്തിയിട്ടുണ്ടാവുക? മുസിരിസിൽ എത്തിയിട്ടുണ്ട്. അപ്പം റോമൻ ആംഫോറ, മെഡിറ്ററേനിയൻ പ്രദേശങ്ങളുമായിട്ടും വ്യാപാരം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അതുകൊണ്ടാണ് മെഡിറ്ററേനിയൻ പാത്രങ്ങൾ പട്ടണത്തിൽ നിന്നും ഉത്ഖനനം ചെയ്തെടുത്തത്. അതുപോലെ റൂലറ്റൂഡ് പാത്രങ്ങൾ, ചൈനീസ് പാത്രങ്ങൾ, ഇക്കാലത്ത് ചൈനയുമായിട്ടും വ്യാപാരമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ചൈനീസ് ചീനച്ചട്ടികൾ പോലുള്ള പാത്രങ്ങൾ. അതൊക്കെ എന്താണ്, പുരാവസ്തുക്കളിൽ പെടുന്നതാണ്. അതുപോലെ ഗ്ലാസ്, രത്നക്കല്ലുകൾ, ചിപ്പികൾ എന്നിവയും റോമൻ നാണയമായിട്ടുള്ള ദിനാര, റോമിലെ പ്രധാനപ്പെട്ട ഒരു നാണയമായിരുന്നു പ്രാചീന കാലത്ത് ദിനാര. ആ റോമൻ നാണയങ്ങളും നമ്മൾ പട്ടണം എക്സ്കവേഷന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പ്രാദേശിക നാണയങ്ങൾ, അസ്ഥികൂടങ്ങൾ എന്നിവ എവിടെ നിന്നും കണ്ടെടുക്കപ്പെട്ടു? ഈ പറയുന്ന പ്രദേശത്തു നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ മരം, എണ്ണക്കുരുക്കൾ, പച്ചക്കറികൾ, രത്നങ്ങൾ, ചെമ്പ്, ഇഷ്ടികകൾ, ആംഫോറ, ടെറ അമാറ്റ എന്നിവയും എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്? ഈ ഉത്ഖനനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഈ കണ്ടെത്തലുകളോടെ പുരാതന കാലം മുതലേ ദക്ഷിണേന്ത്യക്ക് പാശ്ചാത്യ ലോകവുമായി കച്ചവട ബന്ധമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തപ്പെട്ടു. കേരള കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ആഭിമുഖ്യത്തിൽ PJ ചെറിയാനാണ് ഈ കണ്ടെത്തലുകൾക്ക് നേതൃത്വം കൊടുത്തത്. അപ്പം നേരത്തെ പറഞ്ഞ കണ്ടെത്തലുകൾ കൂടാതെ മരം, എണ്ണക്കുരുക്കൾ, പച്ചക്കറികൾ, രത്നങ്ങൾ, ചെമ്പ്, ഇഷ്ടികകൾ, ആംഫോറ, ടെറ അമാറ്റ എന്നിവയും എവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്? നമ്മുടെ പട്ടണത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടെത്തലുകളൊക്കെ എന്തിനാണ് സാക്ഷ്യം വഹിച്ചത്? പ്രാചീന കാലഘട്ടം മുതൽ, അതായത് CE 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ കേരളത്തിന്
പാശ്ചാത്യ ലോകവുമായിട്ട്, അതായത് യൂറോപ്യൻ പ്രദേശങ്ങളുമായിട്ടും അതുപോലെ കിഴക്കൻ പ്രദേശങ്ങളായിട്ടുള്ള ചൈന, അതുപോലെ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, അതുപോലെ അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടൊക്കെ കച്ചവട ബന്ധമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തി. ഇങ്ങനെ ഈ ഒരു കണ്ടെത്തലിന് നേതൃത്വം കൊടുത്തത് കേരള കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ്. അതിനെ KCHR എന്നാണ് നമ്മൾ വിളിക്കുക. അതിന്റെ ആഭിമുഖ്യത്തിൽ PJ ചെറിയാനാണ് 2005-2007 കാലഘട്ടങ്ങളിൽ ഏത് ഉദ്ഖനനത്തിന് നേതൃത്വം കൊടുത്തത്? പട്ടണം ഉദ്ഖനനത്തിന് നേതൃത്വം കൊടുത്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പട്ടണം ഉദ്ഖനനത്തെ കുറിച്ചാണ് പഠിച്ചത്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആദിമ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ഉദ്ഖനനമാണ് എറണാകുളം ജില്ലയിൽ നടത്തിയിട്ടുള്ള ഈ പട്ടണം ഉദ്ഖനനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.